വിൽ ഓർ ദ വിസ്പ്, പൈപ്പ് ഡ്രീം, ആലി ആപ്പിൾ. ഈ ഇഡിയംസ് കേട്ട് പരിചയമുണ്ടോ? ഹായ്, ഡോട്ട്സ് അക്കാഡമിയിലെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CGL 2023 വന്ന ഇഡിയംസ് ആണ്. 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാം 15-ലധികം ഇഡിയംസ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് പാർട്ട് 4 ആണ്. ഇതിന് മുമ്പ് നമ്മൾ 3 പാർട്സ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നമുക്ക് ഈ സെഷനിലെ ആദ്യത്തെ ഇഡിയമിലേക്ക് പോകാം. എന്താണ് ആദ്യത്തെ ഇഡിയം വരുന്നത്? സെലക്ട് ദ കറക്റ്റ് ഇഡിയം ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇറ്റാലിസൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. സോ ഇറ്റാലിക്കിൽ എഴുതിയിരിക്കുന്ന ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ ഏത് ഇഡിയം വെച്ചിട്ട് നമുക്ക് വിളിക്കാം എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കിയാലോ. ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. മൈ ബിസിനസ് പാർട്ട്നേഴ്സ് thought that I would simply accept their cheating, but they will soon realize that I am more powerful than what they expected. സോ ഈ ഇറ്റാലിസൈസ് ചെയ്തതാണ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിനനുസരിച്ചുള്ള ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡിയം നമുക്ക് ചൂസ് ചെയ്യണം. സോ സംബഡി മോർ പവർഫുൾ ദാൻ വാട്ട് ദേ എക്സ്പെക്റ്റഡ്. ഓപ്ഷൻസ് നോക്കിയാലോ. ഡാംസൽ ഇൻ ഡിസ്ട്രസ്, ദി കോട്ട് എ ടാറ്റ, കട്ടിങ് എ ക്ലോത്ത്, കാസ്റ്റിംഗ് പേൾസ് ബിഫോർ സ്വൈൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡാംസൽ ഇൻ ഡിസ്ട്രസ് എന്ന് പറയുന്നത് എന്താണ്? ഡാംസൽ എന്ന് പറയുന്നത് ലേഡിയാണ്, എസ്പെഷ്യലി യങ് വുമൺ ആണ്. സോ യങ് വുമൺ ഹൂ ഈസ് ഇൻ ഡിസ്ട്രസ് എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ട്രബിൾസിലോ പ്രശ്നത്തിലോ പെട്ട് ആൻഡ് എ പേഴ്സൺ ഹൂ നീഡ്സ് എ മാൻസ് ഹെൽപ്പ്. അതാണ് ആ ഡാംസൽ ഇൻ ഡിസ്ട്രസ് എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ്. അതായത് യങ് വുമൺ ഹൂ ഈസ് ഇൻ ട്രബിൾ ആൻഡ് റിക്വയേഴ്സ്, ആ പറയുന്ന വ്യക്തിക്ക് ഒരു പുരുഷൻ്റെ സഹായം വേണം എന്നുള്ളത്. നീഡ്സ് എ മാൻസ് ഹെൽപ്പ്, അതാണ് ആ ഇഡിയമിൻ്റെ മീനിങ് ഡാംസൽ ഇൻ ഡിസ്ട്രസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്താണ്? ദി കോട്ട് എ ടാറ്റർ എന്ന് പറയുന്നത് നമുക്ക് തോന്നും വലിയ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാത്ത ഒരാളാണ്, പക്ഷേ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മൾ ദി കോട്ട് എ ടാറ്റർ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് പവർഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മൾ ടാറ്റർ, ദി കോട്ട് എ ടാറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംബഡി കോട്ട് എ ടാറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? ഇതുമായിട്ട് മാച്ച് ആവുന്നില്ലേ? മോർ പവർഫുൾ ദാൻ വാട്ട് ദേ എക്സ്പെക്റ്റഡ്. പതുങ്ങി നിൽക്കുന്ന ഒരാളാണ്, പക്ഷേ ഇസ് വെരി പവർഫുൾ. അടുത്തറിയുമ്പോഴാണ് നമുക്ക് അറിയുന്നത് ഇസ് മോർ പവർഫുൾ ദാൻ വാട്ട് ദേ എക്സ്പെക്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് നോൺ ആസ് ടാറ്റർ എന്ന് പറയുന്നത്. സോ ദേ കോട്ട് എ ടാറ്റർ. ടാറ്റർ എന്ന് പറയുന്ന വേർഡിന് വേറൊരു മീനിങ്, അതായത് ആ വേർഡിന് വേറൊരു മീനിങ്. നമുക്ക് ഈ പല്ലിലുണ്ടാവുന്ന പ്ലേക്ക് അല്ലെങ്കിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു തരം പ്ലേക്കിനെ നമുക്ക് എന്ത് പറയാവുന്നതാണ്? ടാറ്റർ എന്ന് പറയാവുന്നതാണ്. കളറിലൊക്കെ വേരിയേഷൻ വരാറുണ്ടല്ലോ കുറച്ച് പല്ലിൽ, അപ്പോൾ അതിനെയും ടാറ്റർ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ബട്ട് ദിസ് മീനിങ് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ദേ കോട്ട് എ ടാറ്റർ എന്ന് പറയുന്നത് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും പവർഫുൾ ആവുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ടു കട്ട് എ ക്ലോത്ത്. കട്ടിങ് എ ക്ലോത്ത് എന്ന് പറയുന്നത് ക്ലോത്തുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അവനവൻ്റെ ലിമിറ്റേഷൻസ് അനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് കട്ടിങ് എ ക്ലോത്ത്, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ലിമിറ്റേഷൻസ്. സോ ഫിനാൻഷ്യൽ ലിമിറ്റേഷൻസ് എന്താണെന്ന് അറിയുക എന്നുള്ളതാണ് ടു കട്ട് എ ക്ലോത്ത്. നെക്സ്റ്റ് വൺ ഈസ് കാസ്റ്റിംഗ് പേൾസ് ബിഫോർ സ്വൈൻ. എന്താണ് ഈ കാസ്റ്റിംഗ് പേൾസ് ബിഫോർ സ്വൈൻ എന്ന് പറയുന്നത്? സ്വൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം സ്വൈൻ ഫ്ലൂ. സോ പിഗ്ഗാണ് സ്വൈൻ എന്ന് പറയുന്നത്. സോ സ്വൈൻ്റെ മുമ്പിൽ നമ്മൾ പേൾസ് എടുത്ത് ഫ്രണ്ടിൽ ഇട്ടത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. കാരണം അതിൻ്റെ വാല്യൂ അറിയില്ല, പേളിൻ്റെ വാല്യൂ അറിയില്ല. സോ വാല്യൂ അറിയാത്ത, അതായത് ഒരു വാല്യൂ അളക്കാൻ പറ്റാത്ത ഒരാൾക്ക്, ഒരു സാധനത്തിൻ്റെ വാല്യൂ അളക്കാൻ പറ്റാത്ത ഒരാൾക്ക് നമുക്ക് അയാൾക്ക് എത്ര വിലമതിപ്പുള്ളൊരു സാധനം കൊടുത്താലും അയാൾക്ക് അതിൻ്റെ വില അറിയില്ല. അതാണ് കാസ്റ്റിംഗ് പേൾസ് ബിഫോർ സ്വൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ശ്രദ്ധിക്കുക. മോർ പവർഫുൾ ദാൻ വാട്ട് യു എക്സ്പെക്റ്റ് എന്നുള്ളതാണെങ്കിൽ നമ്മൾ എന്താ ഐഡിയം പറയുന്നത്? ദേ കോട്ട് എ ടാറ്റർ. രണ്ടാമത്തതാണ് കട്ട് കോർണേഴ്സ്. സോ കട്ട് കോർണേഴ്സ് കട്ട് കോർണേഴ്സിൻ്റെ മീനിങ് എവിടെയാണ് ആപ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സെൻറ്റൻസസ് മുഴുവൻ നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. നമുക്കൊന്ന് നോക്കിയാലോ. ഹി കട്ട് കോർണേഴ്സ് ഓൺ ഹിസ് ഹോംവർക്ക് ആൻഡ് ഗോട്ട് എ ബാഡ് ഗ്രേഡ്. Next one, the artist cut corners on the painting and it ended up looking unfinished. I always make sure to cut corners when I am driving to save time. I cut corners to finish my project on time and my boss praised me for my hard work. ഇതിലേതായിരിക്കും നമ്മളെ ഉത്തരം? കട്ട് കോർണേഴ്സ്. അപ്പോൾ അതിന് നമുക്ക് കട്ട് കോർണേഴ്സ് എന്ന് പറയുന്ന വേർഡിൻ്റെ അല്ലെങ്കിൽ ആ ഇഡിയമിൻ്റെ മീനിങ് നമുക്ക് കറക്റ്റായിട്ട് അറിയണം. കട്ട് കോർണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ടും ചീപ്പായിട്ടും നമ്മൾ ഒരു കാര്യം ചെയ്യുക അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ഹൈ സ്റ്റാൻഡേർഡ്സ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാതെ, സ്റ്റാൻഡേർഡ് ആവശ്യമാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നത്.
പിന്നെ വളരെ ഫാസ്റ്റായിട്ട്, വളരെ ചീപ്പായിട്ട്, വളരെ ഈസി ആയിട്ട്, കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു വർക്ക് ആയിരിക്കും, പക്ഷേ നമ്മളത് വളരെ ഈസി ആയിട്ടും ശ്രദ്ധയില്ലാതെ കെയർലെസ്ലി ചെയ്യുന്നതാണെങ്കിൽ നമ്മളതിനെ പറയുന്നത് കട്ട് കോർണേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് ഓപ്ഷനാണ് വരുന്നത്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇതെങ്ങനെ ഒരു സെൻറ്റൻസിൽ എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളത് നോക്കണം. നമുക്ക് ലാസ്റ്റ് തുടങ്ങിയാലോ, ഐ കട്ട് കോർണേഴ്സ് ടു ഫിനിഷ് മൈ പ്രോജക്റ്റ് ഓൺ ടൈം ആൻഡ് മൈ ബോസ് പ്രൈസ്ഡ് മീ ഫോർ മൈ ഹാർഡ് വർക്ക്. അത് തെറ്റാണ്. കാരണം എന്താണ്, അവിടെ ഒരു തരത്തിലുള്ള ഹാർഡ് വർക്കും അവിടെ സംഭവിക്കുന്നില്ല. കട്ട് കോർണേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഹാർഡ് വർക്കേ ചെയ്യുന്നില്ല, പകരം ഈസി ആയിട്ടൊരു കാര്യം ചെയ്യുവാണ്, ഒരു വർക്കും ചെയ്യാതെ. അത് ആ പറയുന്ന വർക്കിൽ കാണാനുമുണ്ട്. അതാണ് നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റും, ദാറ്റ് സംബഡി ഹാസ് ഡൺ ഇറ്റ് ഇൻ എ വെരി ഈസി മാനർ എന്നുള്ളത്. അടുത്തത്, ഐ ഓൾവേസ് മേക്ക് ഷുവർ ടു കട്ട് കോർണേഴ്സ് വെൻ ഐ എം ഡ്രൈവിംഗ് ടു സേവ് ടൈം. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷോർട്ട് കട്ട് എടുക്കുക എന്നുള്ളതായിരിക്കണം. അപ്പം ആ ഒരു രീതിയിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഈ രീതിയിൽ നമുക്ക് കട്ട് കോർണേഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. മൂന്നാമത്തെ നോക്കൂ, ദ ആർട്ടിസ്റ്റ് കട്ട് കോർണേഴ്സ് ഓൺ ദ പെയിൻറ്റിങ് ആൻഡ് ഇറ്റ് എൻഡഡ് അപ്പ് ലുക്കിംഗ് അൺഫിനിഷ്ഡ്. ഇവിടെ നമ്മൾ ശരിക്കും കോർണർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ഫീലിംഗ് ആണ്. അതായത് ഒരു പെയിൻറ്റിങ്ങിൻ്റെ ആ 4 കോർണർ അങ്ങനെ കട്ട് ചെയ്തു, അപ്പോൾ അത് നോക്കുമ്പോൾ എവിടെയോ എന്തോ ഫിനിഷിങ് കറക്റ്റ് അല്ല എന്നുള്ള രീതിയിലാണ് അവിടെ വരുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ കട്ട് കോർണേഴ്സ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആകെ വരുന്നത് ഏതാണ്? ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. കാരണം എന്താണ്, ഹി കട്ട് കോർണേഴ്സ് ഓൺ ഹിസ് ഹോംവർക്ക് ആൻഡ് ഗോട്ട് എ ബാഡ് ഗ്രേഡ്. കാരണം ഹോംവർക്ക് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ടതായിരുന്നു. അത് ഒരുപക്ഷെ നമ്മൾ കോപ്പി ചെയ്തതായിരിക്കും, കെയർലെസ്ലി ചെയ്തതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാഡ് ഗ്രേഡ് വന്നു. സോ അങ്ങനെ മോശം ഗ്രേഡ് വരിക, മോശമായിട്ട് നമുക്ക് റിയലൈസേഷൻ ഉണ്ടാവുക, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കട്ട് കോർണേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇഡിയം ഏതാണ്? ഹിറ്റ് ദി ജാക്ക് പോട്ട്. എന്താണ് ഹിറ്റ് ദി ജാക്ക് പോട്ട്? നമുക്കറിയാവുന്ന ഒരു ഇഡിയം തന്നെയാണ്. എന്നാൽ ഓപ്ഷൻസ് നോക്കാം. ഫൗണ്ട് എ പീസ് ഓഫ് ഗോൾഡ്, ഹാം ദി ഓപ്പർച്യൂണിറ്റി, ദെൻ റിസീവിങ് എ റിവാർഡ്, ഗെയിനിങ് എ ബിഗ് സക്സസ്. സോ ഹിറ്റ് ദി ജാക്ക് പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോട്ടറി അടിച്ചു എന്ന് പറയുന്നതിന് സമമാണ് ഹിറ്റ് ദി ജാക്ക് പോട്ട് എന്നുള്ളത്. അപ്പോൾ അതിലൊരു ചെറിയ പീസ് ഓഫ് ഗോൾഡ് ഒന്നുമല്ല, ഒരു ഹാം ദ ഓപ്പർച്യൂണിറ്റി എന്തായാലും വരുന്നില്ല. ദെൻ റിസീവിങ് എ റിവാർഡ്, ഒരു റിവാർഡ് റിസീവ് ചെയ്തതൊന്നും അല്ല, ഇറ്റ് ഈസ് ആക്ച്വലി എ ബിഗ് സക്സസ്. നമ്മൾ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കൊരു വലിയൊരു സക്സസ് എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ പറയുന്നത്. ലോട്ടറി അടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ലോ പറയുന്നത്, അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, വലിയൊരു സക്സസ് ആയി എന്നുള്ള അർത്ഥത്തിലാണല്ലോ ഉപയോഗിക്കുന്നത്. സോ അതേ മീനിങ് തന്നെ ഹിറ്റ് ദി ജാക്ക് പോട്ട് എന്ന് പറയുന്നത് ടു ഗെയിൻ എ ബിഗ് സക്സസ്. അടുത്ത ഇഡിയം എന്താ വരുന്നത്? ദിസ് ഇൻസിഡൻറ്റ് അക്കേർഡ് വിതൗട്ട് എ വാർണിംഗ്. സോ വിതൗട്ട് എ വാർണിംഗ് എന്നുള്ള മീനിങ് വരുന്ന ഒരു ഇഡിയം വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ. ഓൺ തിൻ ഐസ്, ബോൾട്ട് ഫ്രം ദ ബ്ലൂ, ഇഗ്നറൻസ് ഇസ് ബ്ലിസ്, പ്ലേ ഡെവിൾസ് അഡ്വക്കേറ്റ്. ഏതായിരിക്കും വരുന്നത്? അക്കേർഡ് വിത്തൗട്ട് എ വാർണിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതായത് ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്നത് ഒരു കോമൺ ഇഡിയമാണ്. സോ അതാണ് അതിൻ്റെ ആ ഒരു മീനിങ് വരുന്നത്. അതാണ് ബോൾട്ട് ഫ്രം ദ ബ്ലൂ അക്കേർഡ് വിത്തൗട്ട് എ വാർണിംഗ്. എന്താണ് ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്നത്? ആകാശത്ത് നിന്ന് ഈ തണ്ട ബോൾട്ട് വരുന്ന സമയത്ത് നമ്മൾ അറിയാറില്ല, ഇടിമിന്നലൊക്കെ വരുമ്പോൾ പെട്ടെന്നാണ് വരുന്നത്. അപ്പോൾ അതേ മീനിങ് തന്നെ, അതായത് ഒരു വാർണിംഗും തരാതെ എന്തെങ്കിലും നടക്കുവാണെങ്കിൽ നമ്മൾ പറയുന്നത് ഇറ്റ് വാസ് എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അൺഎക്സ്പെക്റ്റഡ്. അതാണ് ബോൾട്ട് ഫ്രം ദ ബ്ലൂ. ഇനി എന്താണ് ടു ഓൺ തിൻ ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെൻ ഡു യു വോക്ക് ഓൺ തിൻ ഐസ്? തിൻ ഐസിൽ നമ്മൾ നടക്കുമ്പോൾ നമുക്കറിയാം അത് റിസ്ക്കിയാണ്, ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, നമ്മൾ എപ്പോൾ വേണമെങ്കിലും താഴെ പോവാം. സോ വെൻ യു വോക്ക് ഓൺ തിൻ ഐസ്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ എപ്പോഴും ഡേഞ്ചർ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് വാട്ട് ഈസ് ഇഗ്നറൻസ് ഇസ് ബ്ലിസ്. ബ്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയില്ല, ഒരു സിറ്റുവേഷനെ കുറിച്ച് അറിയില്ല എങ്കിൽ വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്, അല്ലേ? അപ്പം ഇഗ്നറൻസ് ഇസ് ബ്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഒരുപാട് ട്രബിൾ ചെയ്യും. അപ്പോൾ അതിലും ഭേദം എന്താണ്? നമ്മൾ അറിയാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്താണ് നമ്മൾ പറയുന്നത് ഇന്ന ആളുടെ കാര്യം അറിഞ്ഞോ അല്ലെങ്കിൽ ഇന്ന സംഭവം അറിഞ്ഞോ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും എന്താണ്? ഇഗ്നറൻസ് ഇസ് ബ്ലിസ്. ആ കാര്യം അറിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ എനിക്കതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഐ നീഡ് നോട്ട് ടേക്ക് ട്രബിൾ. എനിക്കതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് വാട്ട്? പ്ലേ ഡെവിൾസ് അഡ്വക്കേറ്റ്. പ്ലേ ഡെവിൾസ് അഡ്വക്കേറ്റ് നമ്മൾ കഴിഞ്ഞ സെഷനിലും കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്? ഒരു ഡിസ്കഷനിലോ ഒരു ആർഗ്യുമെൻറ്റിലോ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ ഒരു ആർഗ്യുമെൻറ്റുമായിട്ട് വരുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആർഗ്യുമെൻറ്റുമായിട്ട് വേറൊരാൾ വരുവാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. ആ ഓപ്പോസിറ്റ് ആർഗ്യുമെൻറ്റ് പറയുന്ന ഒരാൾ അത് അംഗീകരിക്കണമെന്നോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയണം എന്നുള്ളതല്ല. പുള്ളി അത് പറയാനുള്ള റീസൺ ഒരാൾ ആർഗ്യുമെൻറ്റ് പറയുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആർഗ്യുമെൻറ്റ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഡിസ്കഷൻ ഉണ്ടാവും അതിനെക്കുറിച്ച്. അപ്പം ആ ഒരു ഡിസ്കഷൻ വരാൻ വേണ്ടിയിട്ടാണ് പുള്ളി അത് പറയുന്നത്. അങ്ങനെ ഒരു സിനാറിയോയാണ് നമ്മൾ എന്താ പറയുന്നത്? ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ഇഡിയം നോക്കാം. എന്താണ് അടുത്ത ഇഡിയം വരുന്നത്? യു ഷോഡ് മീ യുവർ ട്രൂ പേഴ്സണാലിറ്റി വെൻ യു ആസ്ക്ഡ് മീ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദി ഹൗസ് അറ്റ് മിഡ് നൈറ്റ്.
സോ ട്രൂ പേഴ്സണാലിറ്റി വരുന്ന ഇഡിയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂ കളേഴ്സ്, ബെഡ് ഓഫ് റോസസ്, ഹോട്ട് പൊട്ടാറ്റോ ആൻഡ് ദെൻ വൈറ്റ് എലിഫൻറ്റ്. ഏതാണ് വരുന്നത്? ട്രൂ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ കളേഴ്സ് അല്ലേ? ട്രൂ കളേഴ്സ്, തനി നിറം എന്ന് നമ്മൾ പറയാറില്ല. തനി നിറം കാണിച്ചു തന്നു ഇല്ല, രാത്രി അർദ്ധരാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ. സോ ദാറ്റ് ഇസ് ഇറ്റ്. ട്രൂ പേഴ്സണാലിറ്റീസ്, ട്രൂ കളേഴ്സ്. നൗ വാട്ട് യു മീൻ ബൈ ബെഡ് ഓഫ് റോസസ്? ബെഡ് ഓഫ് റോസസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയാറില്ല ലൈഫ് ഇസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ് എന്ന്. അതായത് ഒരു ഹാപ്പി എക്സിസ്റ്റൻസ് ആണ് ബെഡ് ഓഫ് റോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എ ഹോട്ട് പൊട്ടാറ്റോ. ഹോട്ട് പൊട്ടാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം സീരിയസ് ഇഷ്യൂ, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ, അതിനെ ചൊല്ലി ഒരുപാട് ഡിസഗ്രിമെൻ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഹോട്ട് പൊട്ടാറ്റോ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കാണുന്നത് സ്ഥിരമായിട്ട് ഈ പൊളിറ്റിക്കൽ ഹോട്ട് പൊട്ടാറ്റോ എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇമിഗ്രൻ്റ് കേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേസ് വരും നമ്മൾ പറയാറുണ്ട് പൊളിറ്റിക്കൽ ഹോട്ട് പൊട്ടാറ്റോ എന്നുള്ളത്. സോ പൊളിറ്റിക്കൽ ഹോട്ട് പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ സം ട്രബിൾസം സിറ്റുവേഷൻ വേർ ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിസഗ്രിമെൻ്റ് ഉള്ള ഒരു ട്രബിൾസം സിറ്റുവേഷനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഹോട്ട് പൊട്ടാറ്റോ. troublesome situation ആണ് and there is a lot of disagreement. Okay, now next one is a white elephant. White elephant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെള്ളാന അല്ലേ? വെള്ളാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ലെസ് ആയിട്ടുള്ള, വൈറ്റ് എലിഫൻറ്റിൻ്റെ അർത്ഥം ഇതേ വരുന്നുള്ളൂ, യൂസ്ലെസ് ആയിട്ടുള്ള ഒരു സാധനം. പക്ഷേ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റില്ല, എന്നാൽ അത് ഡിസ്പോസ് ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതും പറ്റില്ല. നമുക്ക് ഉപേക്ഷിക്കാനും പറ്റില്ല, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റില്ല, എന്നാൽ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം നമുക്കുണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല. സോ അങ്ങനെ ഒരു വസ്തുവിനെയാണ് നമ്മൾ വെള്ളാന എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള റവന്യൂ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. സോ ട്രൂ പേഴ്സണാലിറ്റി നോക്കുക, ട്രൂ കളേഴ്സ്, ബാക്കിയുള്ള ഇഡിയംസും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, മഹേഷ് ഹാസ് ലേൺഡ് നോട്ട് ടു ടേക്ക് തിങ്സ് സീരിയസ്ലി. അപ്പം ഈ ഒരു മീനിങ് വരുന്ന ഇഡിയം ഇതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യണം. ഓപ്ഷൻസ് നോക്കിയാലോ? ഓപ്ഷൻസ് എല്ലാം തന്നെ ഇഡിയംസ് ആണ്. യുവർ ഗെസ് ഇസ് ആസ് ഗുഡ് ആസ് മൈൻ, ടേക്ക് ഇറ്റ് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്, ദാറ്റ് ഇസ് എ ലാസ്റ്റ് സ്ട്രോ ആൻഡ് പുൾ സംവൺസ് ലെഗ്. ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. യുവർ ഗെസ് ഇസ് ആസ് ഗുഡ് ആസ് മൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എനിക്കും അറിയില്ല, തനിക്കും അറിയില്ല, അത്ര തന്നെ. ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും നമ്മളോട് ചോദിക്കുവാണ് വാട്ട് ഈസ് ഹി ഡൂയിങ്, അയാളിപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മളോട് ചോദിക്കുവാണ്. അപ്പം എനിക്കറിയില്ല. അപ്പം അന്നേരം ഞാൻ പറയുന്നത് എന്താണ്? ഐ ഡോണ്ട് നോ എന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്? യുവർ ഗെസ് ഇസ് ആസ് ഗുഡ് ആസ് മൈൻ. സോ വെൻ യു സേ, നമുക്ക് ഐ ഡോണ്ട് നോ എന്ന് പറയേണ്ട അടുത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? യുവർ ഗെസ് ഇസ് ആസ് ഗുഡ് ആസ് മൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചാക്കും അറിയില്ല, ചോദിച്ചാക്കും അറിയാത്തതുകൊണ്ടാണല്ലോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എനിക്കും അറിയില്ല. സോ യുവർ ഗെസ് ഇസ് ആസ് ഗുഡ് ആസ് മൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറിയില്ല, ഐ ഡോണ്ട് നോ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. നൗ നെക്സ്റ്റ് വൺ ഈസ് ടേക്ക് ഇറ്റ് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മുടെ ഇഡിയം എന്താ വരുന്നത്? നോട്ട് ടു ടേക്ക് തിങ്സ് സീരിയസ്ലി മീൻസ് വാട്ട്? ടേക്ക് ഇറ്റ് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്. സോ ടേക്ക് ഇറ്റ് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്, ടു ടേക്ക് സംതിങ് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ കുറേ പേര് ഗോസിപ്പ് പറയുന്നുണ്ട്. സോ ഐ സേ വാട്ട്? നോ, ഐ വിൽ ടേക്ക് ഇറ്റ് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്. ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതിൽ സത്യാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോ, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സ്ട്രോ. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സ്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു സീരീസ് ഓഫ് അൺപ്ലസൻറ്റ് സിറ്റുവേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു ലാസ്റ്റ് ഒരു അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ, ഒരു പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ പറയും നിർത്തി, ഇനി എനിക്കിത് കൂടുതൽ സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ലാസ്റ്റ് പ്രോബ്ലത്തെ നമ്മൾ എന്താ പറയുന്നത്? ദ ലാസ്റ്റ് സ്ട്രോ എന്ന് പറയുന്നത്. അവസാനം ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ അവസാനം ഒരു പ്രശ്നവും കൂടി വരുമ്പോൾ നമ്മൾ പറയും ഇനി നമുക്ക് പറ്റില്ല എന്ന് പറയുന്ന ആ അവസാനത്തെ പ്രോബ്ലത്തിനെയാണ് നമ്മൾ ദ ലാസ്റ്റ് സ്ട്രോ എന്ന് പറയുന്നത്. ഇതേ ഇഡിയം നമുക്ക് വേറൊരു രീതിയിലും പറയാൻ പറ്റും. ദ സ്ട്രോ ദാറ്റ് ബ്രോക്ക് ദി ക്യാമൽസ് ബാക്ക്. ദ സ്ട്രോ ദാറ്റ് ബ്രോക്ക് ദി ക്യാമൽസ് ബാക്ക്. ദ സ്ട്രോ ദാറ്റ് ബ്രോക്ക് ദി ക്യാമൽസ് ബാക്ക് അല്ലെങ്കിൽ ദ ലാസ്റ്റ് സ്ട്രോ എന്ന് പറയുന്നത് അൺപ്ലസൻറ്റ് സിറ്റുവേഷനിലെ അവസാനത്തെ പ്രശ്നം. ആ പ്രശ്നത്തോടെ നമ്മുടെ പിടി അങ്ങ് വിടുവാണ്, നമുക്കിനി ഇത് സഹിക്കാൻ പറ്റില്ല. പ്രസിപ്പിറ്റേറ്റിംഗ് ഈവൻറ്റ് എന്നൊക്കെ നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കാറുണ്ട്. റീസൺസ് ഓഫ് വാറിൻ്റെ റീസൺസ് ഒക്കെ നമ്മൾ പറയുമ്പോൾ പ്രസിപ്പിറ്റേറ്റിംഗ് ഈവൻറ്റ് എന്ന് പറയാറുണ്ട്. ദാറ്റ് ഇസ് ദ ലാസ്റ്റ് സ്ട്രോ. നൗ വാട്ട് ഇസ് ദിസ് പുൾ സംവൺസ് ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തമാശയ്ക്ക് അവരെ ടീസ് ചെയ്യുക, കളിയാക്കുക. അത് തമാശയ്ക്കാണ്, അതൊരു സീരിയസ് ആയിട്ടുള്ള ടീസിങ് ഒന്നുമല്ല. ഇപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് പിന്നെ ഫോൺ ചെയ്ത് പറ്റിക്കുക, അതൊക്കെ എന്താണ്? പുള്ളിങ് സംവൺസ് ലെഗാണ്. അത് ഒരു ടീസ് ചെയ്യാണ്, പക്ഷേ അതൊരു ഉപദ്രവിക്കലല്ല, തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ടു പുൾ സംവൺസ് ലെഗ്.
അപ്പോൾ നമ്മുടെ ഇഡിയമിൻ്റെ മീനിങ് നോക്കുക. നോട്ട് ടു ടേക്ക് തിങ്സ് സീരിയസ്ലി എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഇഡിയം എന്ന് പറയുന്നത് ടേക്ക് ഇറ്റ് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്. അടുത്ത ഇഡിയം നമുക്ക് നോക്കിയാലോ. എന്താ വരുന്നത്? വിനയ് മിസ്ഡ് ഹിസ് ഫ്ലൈറ്റ് ബട്ട് ഗുഡ് ലക്ക് കെയിം ടു ഹിം ഫ്രം ബാഡ് സർക്കംസ്റ്റാൻസസ് ആസ് എ ഫ്ലൈറ്റ് ക്രാഷ്ഡ് ഇൻ ദ സീ. സോ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഇഡിയം നമുക്ക് ചൂസ് ചെയ്യണം. ഏതാ വരുന്നത്? ഇറ്റ് വാസ് എ ടിങ്കേഴ്സ് കേഴ്സ്, ഇറ്റ് വാസ് കൗണ്ടിങ് ഹിസ് ബ്ലെസ്സിങ്സ്, ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ആൻഡ് എ കേഴ്സ്, ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ഏതായിരിക്കും വരുന്നത്? അതായത് ആ പ്ലെയിനിൽ കയറാത്തത് കൊണ്ട് ആ പ്ലെയിന് നഷ്ടമായത് ബാഡ് ലക്ക് ആയിരുന്നെങ്കിലും ഇനീഷ്യലി അത് പിന്നീട് ഗുഡ് ലക്കായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. അതായത് ഇനീഷ്യലി മോശം കാര്യമാണെന്ന് തോന്നിയാലും പിന്നീട് അതൊരു നല്ല കാര്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. നൗ വാട്ട് ഡു യു മീൻ ബൈ എ ടിങ്കേഴ്സ് കേഴ്സ്? ടിങ്കേഴ്സ് കേഴ്സ് എന്ന് മാത്രമല്ല, നമ്മളിതിന് ടിങ്കേഴ്സ് ഡാം എന്ന് കൊടുക്കാറുണ്ട്, ടിങ്കേഴ്സ് കസ് എന്ന് കൊടുക്കാറുണ്ട്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഐ മീൻ ഐ കെയർ എന്നുള്ള അർത്ഥത്തിൽ, ചെറിയ ഐ കെയർ എന്നുള്ളത്. പക്ഷേ ഇത് നെഗറ്റീവിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ മീൻ നമ്മളിങ്ങനെ പറയുന്നത് ഐ ഡോണ്ട് ഗിവ് എ ടിങ്കേഴ്സ് കേഴ്സ് എന്ന് പറയാറുണ്ട്. ഐ ഡോണ്ട് ഗിവ് എ ടിങ്കേഴ്സ് കേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. സോ ടിങ്കേഴ്സ് കേഴ്സ് എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ ഇവിടെ മീനിങ് ഐ കെയർ എന്നുള്ളതാണ്. പക്ഷേ ഐ ഡോണ്ട് ഗിവ് എ ടിങ്കേഴ്സ് കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് കെയർ എന്നുള്ള അർത്ഥത്തിലാണ്, നെഗറ്റീവ്ലിയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇറ്റ് വാസ് കൗണ്ടിങ് ഹിസ് ബ്ലെസ്സിങ്സ്. വാസ് കൗണ്ടിങ് ഹിസ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എവറി ഡേ എന്നുള്ള അർത്ഥത്തിൽ. അതായത് ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ബ്ലെസ്സിങ്സ് എല്ലാ ദിവസവും ഒരു സ്പെഷ്യൽ എഫേർട്ട് എടുത്തിട്ട് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ആൻഡ് എ കേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടുമുണ്ട്. ബെനിഫിറ്റുമാണ്, നമുക്കൊരു ബേർഡനുമാണ്. നമ്മൾ പറയാറ് ഡബിൾ എഡ്ജ്ഡ് സോഡ് പോലെയാണ്. ഡബിൾ എഡ്ജ്ഡ് സോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലും അത് ഹെൽപ്ഫുള്ളാണ്. ഡബിൾ എഡ്ജ്ഡ് സോഡ്, അതായത് നമുക്കത് ബെനിഫിറ്റുമാണ്, അതേപോലെ തന്നെ അതൊരു ബേർഡനും കൂടിയാണ്. അപ്പം നമുക്ക് അടുത്ത ഇഡിയം നോക്കാം. അടുത്ത ഇഡിയം എന്താ വരുന്നത്? കറക്റ്റ് ഇഡിയം ടു റീപ്ലേസ് ദി അണ്ടർലൈൻഡ് സെഗ്മെൻറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ അണ്ടർലൈൻ സെഗ്മെൻറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യണം, കറക്റ്റ് ഇഡിയം വെക്കണം. ഓപ്ഷൻസ് ക്വസ്റ്റ്യൻ വായിക്കാം. ഹാരി ഓൾവേസ് സ്പീക്സ് ഹിസ് ഐ ബട്ട് ഹി ഈസ് നോട്ട് ഓൾവേസ് വെരി ഡിപ്ലോമാറ്റിക്. സോ സ്പീക്ക് ഹിസ് ഐ എന്നായിരിക്കുമല്ലോ. ഡിപ്ലോമാറ്റിക് അല്ല എങ്കിൽ അയാൾ എന്താണ്? വളരെ ഫ്രാങ്ക് ആണ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അപ്പം അങ്ങനെ വരുമ്പം അതിന് തക്കതായിട്ടുള്ള, അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഇഡിയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഇഡിയം ഏതായിരിക്കും? സ്പീക്ക് ഹിസ് മൈൻഡ് എന്നുള്ളത്. ബാക്കിയൊന്നും വായിക്കേണ്ട പോലും ആവശ്യം വരുന്നില്ല. നമ്മൾ വൺ ഹു സ്പീക്സ് ഹിസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അയാളെ മനസ്സിൽ വരുന്നത് പറയും. സോ ഹി ഈസ് വെരി ഫ്രാങ്ക്, ഹി ഈസ് വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്, ബട്ട് ഹി ഈസ് നോട്ട് വെരി ഡിപ്ലോമാറ്റിക്. സോ അത് തന്നെയാണ് ആൻസർ. സോ സ്പീക്ക് ഹിസ് ഐ അല്ല, നമുക്ക് എന്താ വേണ്ടുന്നത്? സ്പീക്ക് ഹിസ് മൈൻഡ്. വേറെ ഒന്നും തന്നെ ഇവിടെ യാതൊരു പ്രസക്തിയില്ല. ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടാവുന്ന ഒരു ചോദ്യമാണ്. ഈ സെഷനിലെ അടുത്ത ഇഡിയം നമുക്ക് നോക്കിയാലോ. പാസ് ദ ബക്ക്. ഇത് നമുക്കറിയാവുന്ന ഒരു ഇഡിയമായിരിക്കും ഒരു പക്ഷേ. പാസ് ദ ബക്ക്. പാസ് ദ ബക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓപ്ഷൻസ് നോക്കിയാലോ. പ്രൊവൈഡിങ് എസെൻഷ്യൽ സർവീസസ്, ട്രൈങ് ടു കാം ഡൗൺ, ബ്ലെയിമിങ് അനദർ പേഴ്സൺ, സെയിങ് സംതിങ് അൺപ്ലസൻറ്റ്. പാസ് ദ ബക്ക് എന്നുള്ളത് നമ്മൾ ഒരു സ്ഥിരമായിട്ടുള്ള കാഴ്ചയാണ്. ക്ലാസ്സിൽ ഇപ്പോൾ താമസിച്ച് വരുവാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ട്രാഫിക് ബ്ലോക്ക് ആണെന്ന് പറയും. അപ്പം നമ്മൾ ആ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ചിലപ്പം എന്തെങ്കിലും തരത്തിലുള്ള പ്രൊട്ടസ്റ്റോ ധർണയോ ഉണ്ടായിരുന്നു എന്ന് പറയും. അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് വേറൊരു കാരണം പറയാനുണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? യു പാസ് ദ ബക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഏതായിരിക്കും വരുന്നത്? പ്രൊവൈഡിങ് എസെൻഷ്യൽ സർവീസസ് ആണോ? അല്ല. ട്രൈങ് ടു കാം ഡൗൺ? നോ. ബ്ലെയിമിങ് അനദർ പേഴ്സൺ? ഇതൊരു ബ്ലെയിം ഗെയിം ആണ്. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ബ്ലെയിം നമ്മൾ പാസ് ചെയ്യും. പാസ് ദ ബക്ക്, ദാറ്റ് ഈസ് ബ്ലെയിമിങ് അനദർ പേഴ്സൺ. സോ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ഇഡിയം നമുക്ക് നോക്കിയാലോ. ആസ് സൂൺ ആസ് ദ പ്രിൻസിപ്പൽ കെയിം ടു നോ അബൌട്ട് ദ ഇൻസ്പെക്ഷൻ ഇൻ ദി സ്കൂൾ ഹി പുട്ട് എവറിത്തിങ് ഇൻ പെർഫെക്റ്റ് ഓർഡർ. സോ പെർഫെക്റ്റ് ഓർഡർ വരുന്ന ഇഡിയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആപ്പിൾ പൈ ഓർഡർ, ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, അലി ആപ്പിൾ, ആപ്പിൾ ഓഫ് വൺ സൈ. മുഴുവൻ ആപ്പിളാണ് അല്ലേ? പക്ഷേ ഈ ആപ്പിളിൽ ഏതാണ് ഓപ്ഷൻ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ ഇൻ പെർഫെക്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ ആപ്പിൾ പൈ ഓർഡർ. സോ ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്, കറക്റ്റ് ഓർഡറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറയുന്നത് റീസൺ ഫോർ ക്വാറൽ. ഒരു റീസൺ ആണ്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വാറൽ ചെയ്യുന്നത്? ആ റീസൺ ഫോർ ക്വാറലാണ് ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്. റീസൺ ഫോർ ക്വാറൽ അത് ചിലപ്പം ഇപ്പോൾ രണ്ട് ഫാമിലി മെമ്പേഴ്സ് തമ്മിലാണെങ്കിൽ അത് ചിലപ്പോൾ പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിട്ടിരിക്കാം. രണ്ട് നേഷൻ തമ്മിലാണെങ്കിൽ ഒരു ഏരിയ ആയിരിക്കാം, ഒരു ഏരിയ ബേസ് ചെയ്തിട്ടായിരിക്കും. ആ ഏരിയ നമ്മൾ എന്താണ്? ദാറ്റ് ഈസ് ദി ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട് ബോൺ ഓഫ് കണ്ടെൻഷൻ.
ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഇഷ്യൂസ്, അപ്പം അതിൽ നമുക്ക് പിന്നെ ജമ്മുവിലെ ചില പ്ലേസസ്, കാശ്മീരിലെ ചില പ്ലേസസ് എന്താണ്, ഇറ്റ്സ് എ ബോൺ ഓഫ് കണ്ടൻഷൻ അല്ലെങ്കിൽ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. വോട്ട് യു മീൻ ബൈ ആലി ആപ്പിൾ എന്ന് പറയുന്നത്? ആലി ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന്, കുതിരയുടെ ചാണകത്തിന് നമ്മൾ ആലി ആപ്പിൾ എന്നാണ് പറയുന്നത്, ഹോഴ്സ് മാനുവർ. കുതിരയുടെ ചാണകത്തിന് ആലി ആപ്പിൾ എന്ന് പറയും. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത്, നമ്മൾ ഈ ഫുട്പാത്തിലൂടെ നടക്കുമ്പം, പേയ്മെൻറ്റിലൂടെ നടക്കുമ്പം ഈ കല്ലൊക്കെ ഇളകി വന്നിട്ടുണ്ടാവുമല്ലോ, ആ ഇളകി വന്ന കല്ലിനെയും നമ്മൾ ആലി ആപ്പിൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഫുട്പാത്തിൽ നടക്കുമ്പോൾ ഇതുപോലെ ചില കല്ലുകളൊക്കെ ഇളകി വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇളകി വന്ന കല്ലിനെ ആലി ആപ്പിൾ എന്ന് പറയാറുണ്ട്. ആപ്പിൾ ഓഫ് വൺ സൈ. എന്താണ് ആപ്പിൾ ഓഫ് വൺ സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കണ്ണിലുണ്ണി എന്ന് പറയുന്നതാണ് ആപ്പിൾ ഓഫ് വൺ സൈ. സോ ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ എന്താ പറയുന്നത്? നമ്മുടെ കണ്ണിലുണ്ണിയാണ്. ഹിസ് ഡോട്ടർ ഇസ് ഹിസ് ആപ്പിൾ ഓഫ് ഹിസ് ഐ എന്ന് നമ്മൾ പറയാറുണ്ട്. സോ അയാളുടെ കണ്ണിലുണ്ണി, അതിന് പകരം നമുക്ക് പറയാം ആപ്പിൾ ഓഫ് വൺ സൈ. അടുത്ത ഇഡിയം എന്താണ്? സെലക്ട് ദ കറക്റ്റ് ഇഡിയം ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇറ്റാലിസൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഇൻ ദി ഗിവൺ സെൻറ്റൻസ്. സോ ഇറ്റാലിസൈസ്ഡ് വേർഡ്സിന് അനുസരിച്ചുള്ളൊരു ഇഡിയം നമുക്ക് വേണം. ഷെലി ഹാസ് ബീൻ കണ്ടംപ്ലേറ്റിംഗ് ഫോർ എ ഫ്യൂ ഡേയ്സ് ബട്ട് സ്റ്റിൽ ഹാസ് നോട്ട് ഡിസൈഡഡ് ടു ക്വിറ്റ് ദ ജോബ്. സോ കണ്ടംപ്ലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആലോചിക്കുക. ആദ്യം നമുക്ക് ആ വേർഡിൻ്റെ മീനിങ് അറിയണം. സോ കണ്ടംപ്ലേറ്റ് എന്ന് പറയുന്നത് ആലോചിക്കുക. സോ ഓപ്ഷൻസ് നോക്കിയാലോ, ബൈറ്റിംഗ് ദ ഡസ്റ്റ്, ച്യൂയിങ് ദ കഡ് ആൻഡ് കൂളിംഗ് വൺസ് ഹീൽസ്, ഗെറ്റിംഗ് ഇൻ ടു ഹോട്ട് വാട്ടർ. സോ എന്തായിരിക്കും ആൻസർ വരുന്നത്? കണ്ടംപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ച്യൂയിങ് ദ കഡ്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ പശുവൊക്കെ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ശരിക്കും ച്യൂയിങ് ദ കഡ് എന്ന് പറയുന്ന മീനിങ് വരുന്നത്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുക, ആലോചിക്കുക എന്താ ചെയ്യണോ, കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുന്നത്, പക്ഷേ ഇതുവരെ ജോബ് ക്വിറ്റ് ചെയ്തിട്ടില്ല. സോ വെൻ യു കണ്ടംപ്ലേറ്റ്, വെൻ യു തിങ്ക് അബൌട്ട് സംതിങ് വെരി സീരിയസ്ലി, യു ച്യൂ ദി കഡ്. ഓക്കെ. ഇനി ബൈറ്റിംഗ് ദ ഡസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ഒരെണ്ണം ബൈറ്റിംഗ് ആണ്, രണ്ടാമത്തത് ച്യൂയിങ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ബൈറ്റിംഗ് ദ ഡസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫെയിൽ ആവുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സംരംഭത്തിൽ ഫെയിൽ ആവുക, അതൊരു മീനിങ് ആണ്. അങ്ങനെ ഫെയിൽ ആവുക എന്നൊരു മീനിങ്. മറ്റൊരു മീനിങ് ആണ് ടു ഗെറ്റ് കിൽഡ്, മരണപ്പെടുക, കിൽഡ്, ടു ഗെറ്റ് കിൽഡ്, അല്ലെങ്കിൽ ഡൈ, ദെൻ, അല്ലെങ്കിൽ നമ്മൾ താഴെ വീഴുന്ന ഒരവസ്ഥ. ഇപ്പോൾ നമ്മൾ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് യു ബൈറ്റ് ദ ഡസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളവൊക്കെ തിരിയുന്ന സമയത്ത് യു ബൈറ്റ് ദ ഡസ്റ്റ്, ദാറ്റ് മീൻസ് ആ താഴെ വീഴുന്ന ആ ഒരവസ്ഥയെ നമ്മൾ ബൈറ്റ് ദ ഡസ്റ്റ് എന്ന് പറയും, അതായത് ഭൂമിയിലോട്ട് പതിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഈ പറയുന്ന ഇഡിയം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തത് എന്താണ്? കൂളിംഗ് വൺസ് ഹീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വെയിറ്റ്. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് മുമ്പായിട്ട് യു കൂൾ യുവർ ഹീൽസ്, ദാറ്റ് മീൻസ് യു ഹാവ് ടു വെയിറ്റ്, കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ചെയ്യണം. അതാണ് കൂളിംഗ് വൺസ് ഹീൽസ്. ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു പ്രശ്നത്തിലേക്ക്, ഒരു ട്രബിൾഡ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ പ്രശ്നത്തിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് അറിയും, അതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കറിയും അതിൽ ക്രിറ്റിസിസം വരും എന്നുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പണിഷ്മെൻറ്റ് എന്തായാലും അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് ഉണ്ടാകും എന്നുള്ളത്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ടു ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇഫ് യു ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടേഴ്സ് യു ആർ ഷുവർ ടു ബി ക്രിറ്റിസൈസ്ഡ്. എന്തായാലും ഉറപ്പായിട്ടും ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിറ്റിസിസം ഉണ്ടാകും. അങ്ങനെയുള്ളൊരു പ്രശ്നത്തെയാണ് നമ്മൾ യു ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടേഴ്സ്. അപ്പോൾ ഇമിഗ്രേഷനെ സംബന്ധിച്ചൊരു പ്രശ്നത്തിൽ നമ്മൾ തലയിട്ട് കഴിഞ്ഞാൽ യു ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടേഴ്സ്. ദാറ്റ് മീൻസ് എന്തായാലും അവിടെ നിന്നൊരു ക്രിറ്റിസിസം നിങ്ങൾക്ക് ഉറപ്പാണ്, എന്തെങ്കിലും തരത്തിലൊരു ക്രിറ്റിസിസം എന്തായാലും വരും. അറ്റ് ക്രോസ് പേർപ്പസസ്. എന്താണ് അറ്റ് ക്രോസ് പേർപ്പസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡെവലപ്പിംഗ് ആൻഡ് ആംപ്ലിഫൈങ് ഐഡിയാസ് ഗിവൺ, ഫൈനലൈസിങ് ഐഡിയാസ് ആൻഡ് പ്ലാൻസ്, blindly following each other's ideas, disagreeing with each other's ideas. So cross purpose എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ആയിട്ട് നിൽക്കുവാണ്. സോ ദാറ്റ് മീൻസ് യു ഡോണ്ട് എഗ്രി വിത്ത് ദം. നിങ്ങൾ എഗ്രി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഡിസഗ്രീങ് വിത്ത് ഈച്ച് അതേഴ്സ് ഐഡിയാസ്. ഇത് എസ്പെഷ്യലി നടക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, രണ്ട് പേര് സംസാരിക്കുവാണ് ആൻഡ് ദീസ് ടു പീപ്പിൾ ആർ അറ്റ് ക്രോസ് പേർപ്പസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ട് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവർക്ക് മനസ്സിലായിട്ടില്ല, പക്ഷേ അതാണ് ദേ ആർ അറ്റ് ക്രോസ് പേർപ്പസ് എന്ന് പറയുന്നത്. രണ്ടുപേരും രണ്ട് ഐഡിയയും രണ്ട് സബ്ജക്റ്റും രണ്ട് കാര്യങ്ങളുമാണ് സംസാരിക്കുന്നത്. ആൻഡ് ദേ ആർ ഡിസഗ്രീങ് അബൌട്ട് ദീസ് തിങ്സ്. ഈ സബ്ജക്റ്റ് ഒരാൾ പറയുന്നത് മറ്റൊരാൾ ഡിസഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ക്രോസ് പേർപ്പസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടുത്ത ഇഡിയം നോക്കിയാലോ. എന്താണ് അടുത്ത ഇഡിയം വരുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇറ്റാലിസൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഏതാണ് ഇറ്റാലിസൈസ്ഡ് വേർഡ്? ആൻ അൺറിയൽ ഹോപ്പ്. ഇതാണ് ഇറ്റാലിസൈസ്ഡ് വേർഡ്. നമുക്ക് സെൻറ്റൻസ് മുഴുവൻ ഒന്ന് വായിച്ചു നോക്കാം. യു മസ്റ്റ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി മാരത്തോൺ ദിസ് ഇയർ വിതൗട്ട് എനി ട്രെയിനിങ്. ഇറ്റ് ഈസ് ആൻ അൺറിയൽ ഹോപ്പ് ഓൺ യുവർ പാർട്ട്. സോ ട്രെയിനിങ് ഇല്ലാതെ മാരത്തോണിൽ പങ്കെടുക്കാൻ പാടില്ല, ബിക്കോസ് അത് ഇല്ലെങ്കിൽ ഒരു അൺറിയൽ ഹോപ്പായിട്ട് മാറും എന്നുള്ളതാണ്. സോ അൺറിയൽ ഹോപ്പ് വരുന്ന ഇഡിയം ഏതാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓപ്ഷൻസ് നോക്കിയാലോ. ക്യാരിയിങ് കോൾ ടു ന്യൂ കാസിൽ, എ പൈപ്പ് ഡ്രീം, എ വിൽ ഓർ ദ വിസ്പ് ടു ലൂസ് വൺസ് ടെമ്പർ.
അപ്പോൾ ഇതിലേതാ വരുന്നത്? അൺറിയൽ ഹോപ്പ് എന്ന് പറയുന്നത് അൺറിയൽ ആയിട്ടുള്ള ഒരു ഹോപ്പ് ആണെങ്കിൽ അത് പൈപ്പ് ഡ്രീം എന്ന് പറയും. ഡ്രീമാണ്, പക്ഷേ ആ ഡ്രീം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് നോൺ ആസ് പൈപ്പ് ഡ്രീം. ഓപ്ഷൻസ് നമുക്കിത് നോക്കിയാലോ. ഇതൊരു ഇഡിയമാണ്, ക്യാരിയിങ് കോൾ ടു ന്യൂ കാസിൽ എന്ന് പറയുന്നത്. ക്യാരിയിങ് കോൾ ടു ന്യൂ കാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ്ലെസ് ആക്ഷനാണ്, പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് പോയിന്റ്ലെസ് ആക്ഷൻ, ഒരു കാര്യവുമില്ല. കാരണം ഈ ഇഡിയം എന്ന് പറയുന്ന ഈ ഇഡിയത്തിന് തന്നെ ഒരു മീനിങ് ഉണ്ട്. അതായത് ന്യൂ കാസിൽ ഓൾറെഡി കോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ന്യൂ കാസിലേക്ക് നമ്മൾ കോൾ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. അവിടെ ഓൾറെഡി അവർക്കത് ഇഷ്ടം പോലെ ഉണ്ട്. സോ അവിടത്തേക്ക് കോൾ കൊണ്ടുപോകുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് എ പോയിന്റ്ലെസ് ആക്ഷൻ. സോ ആ ഒരു മീനിങ് ആണ് ക്യാരിയിങ് കോൾ ടു ന്യൂ കാസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? ടു ലൂസ് വൺസ് ടെമ്പർ ഇസ് വെരി സിമ്പിൾ അല്ലേ? ടു ലൂസ് വൺസ് ടെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേഷ്യപ്പെടുക, ആംഗ്രി ആവുക, നമുക്ക് കാം ആവാൻ പറ്റാത്തൊരവസ്ഥയാവുക. അതാണ് നമ്മൾ ടു ലൂസ് വൺസ് ടെമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ വാട്ട് ഇസ് വിൽ ഓർ ദ വിസ്പ്? വിൽ ഓർ ദ വിസ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് എല്യൂസീവ്. എന്താണ് എല്യൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടാത്തത്, സംതിങ് വിച്ച് എസ്കേപ്സ്, നമ്മളിൽ നിന്നും വഴുതി മാറുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ഐഡിയ, ഒരു കോൺസെപ്റ്റ്, അതിനെയാണ് നമ്മൾ വിൽ ഓർ ദ വിസ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മിസ്ലീഡിങ്, നമ്മളെ മിസ്ലീഡ് ചെയ്യുക. നമുക്ക് കിട്ടുമെന്ന് നമുക്ക് തോന്നും, പക്ഷെ നമുക്ക് കിട്ടൂല. സോ ദാറ്റ് ഇസ് സംതിങ് വിച്ച് മിസ്ലീഡ്സ് അസ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു എല്യൂസീവ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒരിക്കലും അങ്ങനെ അത് നടക്കാൻ സാധ്യതയില്ല. സോ ദാറ്റ് ഈസ് എ വിൽ ഓർ ദ വിസ്പ്. അതൊരു വിൽ ഓർ ദ വിസ്പ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. പിന്നെ ഈ വിൽ ഓർ ദ വിസ്പ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ഈ വയലുകളിലൊക്കെ തീപ്പന്തം പോലെ ഒരു ഗോളം ഇങ്ങനെ വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ ഡീക്കേ ചെയ്യുന്ന സമയത്ത് മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തീപ്പന്തം പോലെ ഒരു ഗോളം വരാറുണ്ട്. അങ്ങനെയുള്ള ഗോളത്തെ നമ്മൾ പറയുന്നതാണ് വിൽ ഓർ ദ വിസ്പ് എന്ന് പറയുന്നത്. അത് കുറച്ച് നിമിഷത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ, കുറച്ച് സെക്കൻഡ്സിലേക്ക്. അത് മറ്റൊരാളെ വിളിച്ച് ചേർത്ത് നമ്മൾ കാണിച്ചു കൊടുക്കാൻ നിന്ന് കഴിയുമ്പോൾ സാധനം കാണില്ല. സോ ദാറ്റ് ഈസ് എ വെരി എല്യൂസീവ്. ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ വിൽ ഓർ ദ വിസ്പ് ഉപയോഗിക്കുന്നത്. സംതിങ് വെരി എല്യൂസീവ്, സംതിങ് വിച്ച് മിസ്ലീഡ്സ് അസ്. അപ്പം അടുത്ത ഇഡിയം നമുക്ക് നോക്കാം. എന്താണ് സെൻറ്റൻസ്? എന്താണ്? ഐ ജസ്റ്റ് വെന്റ് ടു ബാലി ഓൺ എ ബാക്ക് പാക്കിംഗ് ട്രിപ്പ് ആൻഡ് ഡിഡ് എവറിത്തിങ് ബൈ ദ ഇയർ വിത്തൗട്ട് എനി ഐറ്റിനറി. സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബൈ ദ ഇയർ എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. വിത്തൗട്ട് എനി ഐറ്റിനറി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമുക്ക് ഏകദേശം ക്ലിയർ ആണ്. ഐറ്റിനറി ഉണ്ടെങ്കിൽ പ്ലാൻ ഉണ്ട്. സോ പ്ലാൻ ഇല്ലാതെ പോയി എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഓപ്ഷൻസ് നോക്കിയാലോ. ബൈ സ്പ്രെഡിങ് റൂമേഴ്സ്, അതും ഇതുമായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ല. സോ ദാറ്റ് ഇസ് നോട്ട് ദി ആൻസർ. റൂമറിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, REMOUR ആണ്. നെക്സ്റ്റ് വൺ ഇസ് ബൈ ഇംപ്രൊവൈസേഷൻ ആണോ എന്ന് നമുക്ക് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. വൈൽ ക്രിട്ടിസൈസിങ് നമുക്ക് വരില്ല. ബൈ ആസ്കിങ് നമുക്കൊരു സംശയമാണ്, എന്ത് ആസ്കിങ് ആണെന്നുള്ളത് ക്ലിയർ അല്ലാത്തതുകൊണ്ട് നമുക്ക് അതും എലിമിനേറ്റ് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് നോക്കിയാൽ ഡിഡ് എവറിത്തിങ് ബൈ ദ ഇയർ. സോ വെൻ യു പ്ലേ ബൈ ദ ഇയർ ഓർ ഡു സംതിങ് ബൈ ദ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, സിറ്റുവേഷൻ വരുന്നത് പോലെ ഹാൻഡിൽ ചെയ്യുക. അല്ലാതെ ഒരു പ്ലാൻ അനുസരിച്ച് ഇന്ന സ്ഥലം ഇന്ന ദിവസം കാണും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒന്നുമില്ല. ജസ്റ്റ് അവിടെ നിൽക്കുമ്പോൾ ആരെങ്കിലും പറയുന്നു ഇന്ന സ്ഥലം നല്ലതാണെങ്കിൽ നമ്മൾ അവിടെ കാണാൻ പോകുന്നു. ദറ്റ് ഈസ് യു പ്ലേ ബൈ ദ ഇയർ വിത്തൗട്ട് എനി ഐറ്റിനറി, വിത്തൗട്ട് എനി ഡീറ്റെയിൽസ്, പ്ലാനിങ്ങോ ഒന്നുമില്ല. സോ ദാറ്റ് ഈസ് ബൈ ഇംപ്രൊവൈസേഷൻ എന്ന് തന്നെ നമുക്ക് മീനിങ് കൊടുക്കാവുന്നതാണ്. ആ സമയത്ത് നമ്മൾ ആ ഒരു ഡേ നമ്മൾ ഒന്ന് ഇംപ്രൊവൈസ് ചെയ്യും. ഈ സെഷനിലെ ലാസ്റ്റ് ഇഡിയം നമുക്ക് നോക്കാം. എന്താണ്? യു സ്നൂസ് യു ലൂസ്. ഇല്ലേ? നമുക്ക് സ്നൂസ് എന്ന് പറയുന്നത് വളരെ പരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ അലാം വയ്ക്കും, അലാം സ്നൂസ് ചെയ്യാറുണ്ട്, റൈറ്റ്? സോ യു സ്നൂസ് യു ലൂസ്. ഓപ്ഷൻസ് നോക്കിയാൽ ഇഫ് യു ഓവർ സ്ലീപ്പ് യു ആർ ലൈക്ലി ടു ലൂസ് എ ജോബ്. Laziness is not good. You may lose your money if snoozing is not stopped. If you are not alert, you are likely to miss opportunities. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഇതെല്ലാം വരുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും ആപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇഡിയമാണ്. കാരണം നമ്മൾ അലേർട്ട് അല്ല എങ്കിൽ, നമ്മൾ ഒന്ന് ഉറങ്ങിപ്പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഓപ്പർച്യൂണിറ്റീസൊക്കെ മിസ്സായി പോകും. സോ ഇഫ് യു ആർ നോട്ട് അലേർട്ട് യു ആർ ലൈക്ലി ടു മിസ് ഓപ്പർച്യൂണിറ്റീസ്. സോ അങ്ങനെ മിസ്സാവാൻ സാധ്യതയുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ പറയേണ്ട ഇഡിയം. എന്താണ്? യു സ്നൂസ് യു ലൂസ്. ഈ സെഷനിൽ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് 15 ക്വസ്റ്റ്യൻസ് ആണ് ഓൺ ഇഡിയംസ്. പക്ഷേ ആസ് യൂഷ്വൽ 15-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ്, 15-ൽ കൂടുതൽ ഇഡിയംസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ചോദിച്ച ചോദ്യങ്ങൾ എന്തായാലും പഠിക്കണം. കൂടാതെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ വന്ന ഇഡിയംസും കൂടി ഒന്ന് നന്നായിട്ട് നോക്കി പോവുക.
ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്